അപ്പൊ എന്താ പരിപാടി? എന്താ റെഡിയാവാതെ? ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. പക്ഷെ പുള്ളി റെഡി ആയിട്ടില്ല. വൈ? എവിടെയെങ്കിലും മിറർ കണ്ട അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതാണ് ഗൈസ്. അപ്പൊ ബാക്കി ഗൈസ് ഇതൊക്കെ എന്റെ വ്ളോഗില് വരും കേട്ടോ. ഇതൊക്കെ വ്ളോഗില് വരും കേട്ടോ. അത് ഫാഷൻ ആണ്. ഒരുത്തനും കൂടെ ഉണ്ടല്ലോ. ഇതൊന്നും കരുതില്ല. They say the holy water's watered down and this town's lost its faith. Our colors will fade eventually, so if our time is running out day after day. The angels up in the clouds are jealous knowing we found something so out of the ordinary. You got me kissing the ground of your sanctuary. Shatter me with your touch. Oh Lord, return me to dust. The angels up in the clouds are jealous knowing we found. കുരവ കുഴല് തന്തനത്തനം പാടി വാ. പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ടിയ പടക്കേറി വാ. ഇന്നലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു ടെമ്പിൾ വെഡ്ഡിങ് ഷൂട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നേരെ ഇപ്പം അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തി. അവരുടെ ഷൂട്ട് തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചെറിയ ചെറിയ കലാവിരുതുകളും. അവരുടെ ഷൂട്ടിങ്ങൊക്കെ കാണുമ്പോൾ കോമഡിയാണ്, പക്ഷേ വേറെ വഴിയില്ലല്ലോ. ഔട്ട്പുട്ട് വന്നപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവരുടെ സേവ് ദ ഡേറ്റ് എടുത്ത വീഡിയോ ആണെങ്കിലും നൈസായിരുന്നു, വീഡിയോഗ്രാഫിയൊക്കെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാൻ. പ്രാക്ടീസൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ ഇനി എന്താ അവസ്ഥ എന്നറിയത്തില്ല. ലെറ്റ്സ് സീ.
കണ്ണൂർ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടും അതിനടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ചെറിയൊരു ഫംഗ്ഷനുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി സമയം കാൽക്കുലേറ്റ് ചെയ്തെല്ലാം തെറ്റിപ്പോയി. അപ്പം തന്നെ കല്യാണത്തിന് ചെറിയൊരു പാളിച്ചയും പറ്റിയിട്ടുണ്ടായി. 12 മണിക്ക് 1 മണിക്കും ഇടയ്ക്കായിരുന്നു നമ്മുടെ മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെക്കനും പെണ്ണും ഒന്ന് സെറ്റായി മണ്ഡപത്തിലെത്തിയിട്ടുണ്ടായിരുന്നു 12:30 കഴിഞ്ഞിട്ടുണ്ടായി. മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ അദ്ദേഹമൊക്കെ കല്യാണം കൂടാൻ വന്നിട്ടുണ്ടായി. ഇത് കഴിഞ്ഞ് നേരെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ, ദെൻ വീട്ടിലേക്ക് പോക്കായിരുന്നു നമ്മൾ ശരിക്കുള്ള പ്ലാനിങ്. സൂപ്പർ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ചെറുക്കം വീട്ടുകാരുടെ കലാപരിപാടികളാണ്. സിംഗർമാരുണ്ട്, പുള്ളിയുടെ ലൈവ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു റിസപ്ഷന്. ഞങ്ങളുടെ ഡാൻസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കഴിഞ്ഞു. കാരണം പിള്ളേർക്കെല്ലാം സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. പിന്നെ നമ്മളെല്ലാവരും പാട്ടൊക്കെ വെച്ച് ഒരേ തുള്ളൽ അങ്ങനെ കല്യാണം കളറാക്കി.